പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കുണ്ടായ പരാജയത്തിൻ്റെ പ്രധാന കാരണക്കാരനിൽ ഒരാളായി രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത് സന്ദീപ് വാര്യരെയാണ്. ഒരു കാലത്ത് ബി ജെ പിയുടെ മുഖമായി നിന്ന ബി ജെ പിയുടെ മീഡിയ പേഴ്സണായി അന്തിച്ചർച്ചകളിൽ ബി ജെ പിക്ക് വേണ്ടി വാദമുഖങ്ങളിൽ പോരാടിയ സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ മീഡിയ സ്പോക്ക് പേഴ്സണാണ്. അതായത് രാഷ്ട്രീയ കാലുമാറ്റം സന്ദീപ് വാര്യർ നടത്തിയിരിക്കുന്നു. ആ രാഷ്ട്രീയ ചുവടുമാറ്റത്തിലൂടെ ബി ജെ പിക്ക് നഷ്ടമായത് പാലക്കാട് നിയമസഭാ മണ്ഡലമാണ് എന്ന് കോൺഗ്രസും സന്ദീപ് വാര്യരും പറയുമ്പോൾ പാർട്ടിയുടെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ മാത്രമാണ് പാലക്കാട്ടെ പരാജയത്തിൻ്റെ കാരണമെന്നും സന്ദീപ് വാര്യർ പാർട്ടി വിട്ടുപോയതിൽ പാർട്ടിക്കൊരു ക്ഷീണവുമില്ല, പകരം പാർട്ടി കുറച്ചുകൂടി ശക്തി പ്രാപിച്ചിട്ടേ ഉള്ളൂ എന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് സമയത്തും പരാജയത്തിന് ശേഷവും ബി ജെ പി മുൻപോട്ട് വയ്ക്കുന്ന മറുപടി. സന്ദീപ് വാര്യരെ സംബന്ധിച്ച് സന്ദീപ് വാര്യർക്ക് പാർട്ടിക്കുള്ളിലെ പല പ്രശ്നങ്ങളിൽ വലിയ വിയോജിപ്പുണ്ടായിരുന്നു. തൻ്റെ സ്വകാര്യമാർന്ന പല ബുദ്ധിമുട്ട് നിമിഷങ്ങളിലും പാർട്ടി ഒപ്പം നിന്നില്ല എന്ന പരാതി ഉണ്ടായിരുന്നു. ആ പരാതികളൊക്കെ ഒരു പാർട്ടിയോട് അറിയിച്ചിട്ടും പാർട്ടി കൃത്യമായ രീതിയിലുള്ള നടപടി സ്വീകരിക്കാതെ പോയതിൽ വലിയ വിമർശനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ഒരു കോൺഗ്രസ് വേദിയിലേക്ക് സന്ദീപ് വാര്യർ കടന്നു വരികയും അദ്ദേഹത്തെ ഇരുകയും നീട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരനും പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. പിന്നീട് ബി ജെ പിയും സി പി എമ്മും ഒക്കെ കോൺഗ്രസിന്റെ അപ്രമാദിത്യം തകർക്കുവാൻ വേണ്ടിയുള്ള പല നീക്കങ്ങളും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടുകൂടി നടത്തിയെങ്കിൽ പോലും അതെല്ലാം അവർക്ക് തിരിച്ചടിയാവുകയും ചരിത്രത്തിൽ പാലക്കാട് ഇതുവരെ കോൺഗ്രസ് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം വിജയിക്കുകയും ചെയ്യുകയായിരുന്നു. മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിലായിരുന്നു ബി ജെ പിക്ക് പരാജയം ഉണ്ടായത് എങ്കിൽ അത് ബി ജെ പിയെ സംബന്ധിച്ച് ഇത്രമേൽ ക്ഷീണമുണ്ടാക്കുകയില്ലായിരുന്നു. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പിക്കുണ്ടായ പരാജയത്തിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രൻ വരെ മാറണമെന്ന തരത്തിലേക്കുള്ള ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിക്കുള്ളിൽ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ വിമർശനങ്ങളും പ്രശ്നങ്ങളും ഉടലെടുത്ത് വന്നിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ആരാകണം സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യത്തിലായിരുന്നു. സി കൃഷ്ണകുമാറിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള ചില നേതാക്കന്മാർ എത്തി നിന്നപ്പോൾ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബി ജെ പിക്കുള്ളിലെ ഒരു വിഭാഗം നേതാക്കന്മാരും പ്രവർത്തകരും ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും നിരത്തി. അതെല്ലാം കത്തിച്ച് കളയുകയും ചെയ്തു. അങ്ങനെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ സജീവമായി പാലക്കാട് ചർച്ചയാവുകയും അത് പാർട്ടിക്ക് വലിയ ക്ഷീണമായി മാറുകയും ചെയ്തു. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ സി കൃഷ്ണകുമാർ മത്സരിക്കുമ്പോൾ അതായിരുന്നു സന്ദീപ് വാര്യർ ഉയർത്തിയ ആദ്യത്തെ വിമർശനം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുന്ന ഏക വ്യക്തി സി കൃഷ്ണകുമാറിനെയാണ്. കുടുംബവാഴ്ചയുടെ ഭാഗമായുള്ള ചില നേതാക്കന്മാരെ മാത്രമാണ് സ്ഥാനാർത്ഥികളായി അവരോധിക്കുന്നത്, അല്ലാത്തവരെയെല്ലാം പുറന്തള്ളുന്ന ഒരു രാഷ്ട്രീയ രീതിയാണ് ബി ജെ പിക്കുള്ളത് എന്ന തരത്തിലേക്കുള്ളൊരു വാദവും സന്ദീപ് വാര്യർ ഉയർത്തിയിരുന്നു. പിന്നീട് കോൺഗ്രസിലേക്ക് എത്തിയതിനു ശേഷം വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്കാണ് താൻ എത്തിയിരിക്കുന്നത്. ജീവിതത്തിൽ ഇന്നേ വരെ ആസ്വദിച്ചതിനേക്കാൾ മനോഹരമായ സമാധാനവും സന്തോഷവും ഈ പാർട്ടിയിൽ എത്തിയതിനു ശേഷം താൻ ആസ്വദിക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട് എന്ന തരത്തിലേക്കുള്ളൊരു മറുവാദവും സന്ദീപ് വാര്യർ ഉയർത്തിയിരുന്നു. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് വാര്യർ പാലക്കാട് ബി ജെ പിയെ വിജയിക്കുവാൻ അനുവദിക്കില്ല എന്നും കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷം നേടിക്കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ അന്തിമ ഫലം നമ്മളെല്ലാവരും കണ്ടതുമാണ്. 18,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് പോയ തക്കമുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്നു. അതിൽ തൻ്റെ പങ്ക് വളരെ വലുതാണ് എന്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയുകയും ചെയ്തു സന്ദീപ് വാര്യർ. ഇനി അടുത്ത ലക്ഷ്യം പാലക്കാട് നഗരസഭയാണ്. പാലക്കാട് നഗരസഭയിൽ ഇപ്പോൾ RSSനും ബി ജെ പിക്കും ഒക്കെയുള്ള അപ്രമാദിത്യം തകർത്തെറിഞ്ഞുകൊണ്ട് വലിയ മുന്നേറ്റം കോൺഗ്രസ് മുഖേന താൻ അവിടെ ഉണ്ടാക്കുമെന്ന് സന്ദീപ് വാര്യർ പറയുകയുണ്ടായി. എന്നാൽ സന്ദീപ് വാര്യർ ആ സമയങ്ങളിൽ ഉയർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ബി ജെ പി പാളയത്തിൽ നിന്ന് 6 കൗൺസിലർമാരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരും എന്നുള്ളതായിരുന്നു. അവിടെ പാലക്കാട് നഗരസഭയ്ക്കുള്ളിൽ ബി ജെ പിയുടെ ഉൾപാർട്ടി പ്രശ്നങ്ങളൊക്കെ കാര്യമായ രീതിയിൽ ഉരുത്തിരിഞ്ഞു വന്നിരുന്നു, അവിടുത്തെ ജില്ലാ അധ്യക്ഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ RSS ഇടപെട്ട ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയായിരുന്നു. ആ സമയങ്ങളിലൊക്കെ സന്ദീപ് വാര്യരുടെ ഇടപെടൽ അതിലുണ്ട് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ സജീവമായി പുറത്തു വന്നു. ഒരുപക്ഷെ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് 6 കൗൺസിലർമാർ പോകുമോ എന്ന ചോദ്യവും ചില മാധ്യമങ്ങൾ അവിടെ ഉയർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ സന്ദീപ് വാര്യർ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്തെന്നാൽ പാലക്കാട് നഗരസഭ മാത്രമല്ല, ബി ജെ പി A+ മണ്ഡലങ്ങളായി കാണുന്ന ബി ജെ പി A+ കോർപ്പറേഷനുകളും നഗരസഭകളും ഒക്കെയായി കാണുന്ന ഇടങ്ങളിലെല്ലാം അവരെ പരാജയപ്പെടുത്തും. അത് തൃശ്ശൂരാണെങ്കിലും ശരി, അത്
പാലക്കാടാണെങ്കിലും ശരി, അത് തിരുവനന്തപുരമാണെങ്കിലും ശരി, തിരുവനന്തപുരത്തെയും തൃശ്ശൂരിലെയും പാലക്കാട്ടെയും നഗരസഭകളെല്ലാം അവിടങ്ങളിൽ നിന്നെല്ലാം BJPയെ തുരത്തിയെറിയുമെന്ന തരത്തിലേക്കുള്ള ഒരു വെല്ലുവിളി സന്ദീപ് വാര്യർ ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ്. BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയതിന് തൊട്ടു പിന്നാലെ സന്ദീപ് വാര്യരോട് എന്താ വാര്യരെ താൻ നന്നാവാത്തത് എന്ന തരത്തിലേക്കുള്ള വലിയ വാദങ്ങളൊക്കെ, വലിയ ആരോപണങ്ങളൊക്കെ BJPയുടെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു. BJP ഇതുവരെയും സന്ദീപ് വാര്യർക്ക് മനസ്സിലായിട്ടില്ല എന്നും സ്ഥലകാലബോധമില്ലാത്ത തരത്തിലേക്കാണ് വാര്യരുടെ പ്രവർത്തനങ്ങൾ എന്ന തരത്തിലുമുള്ള BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ വാദങ്ങൾ എല്ലാം അദ്ദേഹം ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല തള്ളിക്കളയുകയും ചെയ്തു. അതിനോടൊപ്പം വലിയൊരു ഭീഷണി കൂടി അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർത്തുകയുണ്ടായി. നിങ്ങൾ എന്നെ താങ്ങി നിന്ന സമയത്ത് എന്നിൽ നിന്ന് പറ്റിയിട്ടുള്ള സഹായങ്ങൾ, മറ്റു ചില രഹസ്യങ്ങളൊക്കെ ഞാൻ പുറത്തു വിടട്ടെ എന്നുള്ളതായിരുന്നു തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളുടെയും പരിഹാസങ്ങളുടെയും മറുപടിയായി സന്ദീപ് വാര്യർ നൽകിയത്. കുറച്ച് സമയങ്ങളിലേക്കൊക്കെ അതൊന്ന് മയപ്പെട്ടു നിന്നു എന്നുള്ളതും ശരിയാണ്. ഇവിടെ സന്ദീപ് വാര്യർ ഉയർത്തുന്ന വെല്ലുവിളി BJPക്കെതിരെ ആണെങ്കിൽ പോലും അത് ഗുണകരമായി മാറാൻ പോകുന്നത് കോൺഗ്രസിനാണ്. നിലവിൽ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ BJPയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുവാൻ സാധിച്ചു. പാലക്കാട് നഗരസഭയിൽ ഇപ്പോഴുള്ള ഉൾപാർട്ടി പ്രശ്നങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി മാറുമെന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി അവിടെയുണ്ട്. മറ്റൊന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ ഇപ്പോഴും കോൺഗ്രസിന് അടിവേരുള്ള ഒരു ജില്ല കൂടിയാണ്. വലിയ മുന്നേറ്റം തൃശ്ശൂരിലും ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. എന്തായാലും സന്ദീപ് വാര്യരുടെ ഈ വെല്ലുവിളിയിൽ ഗുണകരമായ നേട്ടമുണ്ടാകുവാൻ പോകുന്നത് കോൺഗ്രസിനാണെന്ന് പറയാം.